അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, തന്റെ കുടുംബത്തെ, തന്റെ കൂട്ടുകാരെ, തന്റെ അയൽവാസികളെ, തന്റെ കൂടപ്പിറപ്പുകളെ എല്ലാവരോടും സൗമ്യമായിട്ടുള്ള ഇടപെടലിനെ നിങ്ങൾ കൊണ്ടു നടക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് നസ്വീഹയാണ്, നസ്വീഹത്താണ്, അത് അവഗണനയല്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി കടന്നു വരുന്ന ആളുകൾ, അവരോട് നമ്മൾ നിൽക്കേണ്ട രൂപമുണ്ട്. സന്തോഷം പറഞ്ഞു വരുന്നവരോട് നിൽക്കേണ്ട രൂപമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, തെറ്റിന് അടിമകളായി നിൽക്കുന്ന, തെറ്റിന്റെ കൂടെ മാത്രം ജീവിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ നിൽക്കേണ്ട രൂപമുണ്ട്. ഈ രൂപങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാൻ അതൊരു നസീഹത്താണ്, സൗമ്യമായിട്ട് ഇടപെടേണ്ട രീതിയാണ് പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനമെന്ന്. ആ പരിശുദ്ധമായ ദീനിന്റെ ഓരോ കാര്യങ്ങളും വളരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകളായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കാതെ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്, നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടപ്പിറപ്പുകളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് നമ്മൾ നിൽക്കേണ്ടതായിട്ടുള്ള രൂപമുണ്ട്. നമ്മെ ഇഷ്ടപ്പെടുന്നവരെ തിരിച്ചും നമ്മൾ ഇഷ്ടപ്പെടണമല്ലോ. മാത്രമല്ല, നമ്മോട് വെറുപ്പ് കാണിക്കുന്ന ആളുകളുണ്ട്. ആ വെറുപ്പ് കാണിക്കുന്ന ആളുകളോട് നമ്മുടെ മനസ്സിനകത്ത് വെറുപ്പുണ്ടാകാൻ പാടില്ല. അവരോടും സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അല്ലാഹുവേ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് പറയുകയാണ്, ലാ തുകസ്സിറു ഇതാബ്, നിങ്ങൾ ഒരിക്കലും തന്നെ ആക്ഷേപവാക്കിനെ നിങ്ങൾ അധികരിപ്പിക്കരുത്. ആക്ഷേപവാക്കുകൾ നിങ്ങൾ അധികരിപ്പിച്ചാൽ അതാ മഹാനവറുകൾ പറയുകയാണ്, ഫൈനൽ ഇതാബ യുവരിതുൽ ബുഗ്ള, മഹാനവറുകൾ പറയുന്ന ആക്ഷേപവാക്കുണ്ടല്ലോ, അത് കോപത്തെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ദേഷ്യത്തെയാണ് ആക്ഷേപവാക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മഹാനവറുകൾ പറയുകയാണ്. പാപ്പാ, സ്വന്തം മക്കളോട് പോലും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. കാരണമില്ലാതെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ പറയുന്ന നിന്റെ നന്മക്ക, ഞാൻ ചീത്ത പറയുന്ന നിന്റെ നന്മക്ക, ഞാൻ അവിടെ നിന്ന് അടിക്കുന്നത് നിന്റെ നന്മക്ക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായി കൊണ്ട് നമ്മൾ ഇടപെടുന്ന രീതിയുണ്ടല്ലോ, ആ രീതി ഒരിക്കലും അവിടെ നിന്ന് പാടില്ല. മക്കളോട് പോലും നമ്മൾ അങ്ങനെ അരുതരുത്. എന്റെ മകനല്ലേ, ഞാൻ പറയുന്നതല്ലേ നീ കേൾക്കേണ്ടത്, ഞാൻ നിന്നോട് നന്മയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് മാതാപിതാക്കൾ പോലും സ്വന്തം മക്കളോട് ഇടപെടുന്ന രീതി കാണുമ്പോ എങ്ങനെയാ പിന്നെ നമ്മുടെ മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നത്? മാതാപിതാക്കൾ അനുസരിക്കുന്നത് വളരെ മോശമായി കൊണ്ട് ഇടപെടുകയാണോ? അങ്ങനെ ഒരിക്കലും തന്നെ ഇടപെടരുത്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. സ്വന്തം മക്കളെപ്പോലും കുറ്റപ്പെടുത്തി നടക്കുന്ന ഉമ്മമാരും ബാപ്പമാരുമുണ്ട്. സ്വന്തം മക്കളോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറയാൻ അറിയാത്ത, ചിന്തിക്കാൻ അറിയാത്ത ആളുകളാണ് നമ്മുടെ രക്ഷിതാക്കൾ. നമ്മൾ കുറെ ഭക്ഷണം കൊടുത്ത് വളർത്തിയിട്ട് നമ്മുടെ കുട്ടികളെ കാര്യമുണ്ടോ? കാര്യമില്ല. അവരോട് നിൽക്കേണ്ടതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ കാണുന്ന, നമ്മൾ പറയും 900-കളിൽ ജനിച്ച നമ്മളാണ് ഉള്ളത്. പക്ഷെ ഇത് 2000 ആയേക്ക് നമ്മുടെ കുട്ടികളുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ട്. 2026 ആയേക്ക് നമ്മുടെ കുട്ടികൾ കൊറോണയ്ക്ക് ശേഷം ഒന്നും കൂടെ അവിടെ മൈൻഡും അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾ വരുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ 1900-കളിലേക്ക് നോക്കിയാൽ, നമ്മുടെ കുട്ടികൾ 90-കളിലേക്ക് നോക്കിയാൽ നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നോ? ഇല്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, നിസ്സാര കാര്യങ്ങൾ, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഗെയിം കളിച്ചപ്പോൾ വാങ്ങി വെച്ചു, നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യാണ്. അവർ അങ്ങ് സൂസൈഡ് ചെയ്തിട്ട് അവരുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലേക്ക്
നമ്മുടെ മക്കൾ വരെ കടന്നു പോകുന്ന എന്തുകൊണ്ടാണ്? ദേഷ്യം വന്നാൽ നമുക്ക് എന്ത് പറയണം, എന്ത് കാട്ടണം, എന്ത് പ്രവർത്തിക്കണം എന്നറിയുന്നില്ല. ആ രൂപത്തിലേക്ക് മാതാപിതാക്കൾ മാറിയപ്പോൾ മക്കളുടെ മൈൻഡൊക്കെ മാറാൻ തുടങ്ങി. നമ്മൾ നല്ലവണ്ണം ഇടപെടുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ മക്കളെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ സ്വന്തം അയൽപക്കത്തെ മക്കളെ ചൂണ്ടിയിട്ട് നീ അവനെ കണ്ട് പഠിക്കണമെന്ന് പറയാം. പഠിക്കാൻ എല്ലാ മക്കളും ഒരുപോലെ ആകൂല. അവിടെ എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. അവരുടെ ചിന്തയിലും മൈൻഡിലും എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരും. പഠിക്കാൻ എല്ലാവരും പക്ഷെ എന്നിട്ട് പറയാന്താ, ആ കുട്ടിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തോളം കണ്ടുപിടിക്കുക. നീ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. നിന്റെ മീറ്റിങ്ങിന് വന്നാൽ എന്നും എനിക്ക് വട്ടക്കുമ്പളങ്ങ കാണാനുണ്ടാവുള്ളൂ അല്ലെ? ഇങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ സ്വന്തം മക്കളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിച്ചാൽ നമ്മുടെ മക്കളുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദന വരുമല്ലോ. ആ വേദന വന്ന ഉമ്മയാണോ ബാപ്പയാണോ എന്ന് പോലും നമ്മുടെ മക്കൾ നോക്കില്ല. പടച്ചവനെ അവർ പ്രതികരിക്കുമല്ലോ, അവർ നമ്മോട് വെറുപ്പ് കാണിക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കളോട് പെരുമാറേണ്ട രീതി പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ സൗമ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണേ. അവരോട് നിങ്ങൾ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണേ. അവരോട് നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. ചെറിയവരെ നിങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടാവണം നിങ്ങളുടെ ജീവിതമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരുപാട് തെറ്റുകളിലേക്ക്, തെറ്റുകുറ്റങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതാണ്. മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ പല കുട്ടികളും തെറ്റിലേക്ക് പോകാനുള്ള കാരണം ഈ ഒരൊറ്റ കാരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്താ കാരണം? ഈ ഇടപെടലാണ്, മോശപ്പെട്ട ഇടപെടലാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളത്. ഒരു ദിവസം ഒരു പിതാവ് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട മകൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് സംസാരിക്കുമോ? അവൻ എപ്പോഴും അവന്റെ കൂട്ടുകാരും അവന് അങ്ങനെയുള്ള അവന്റെ ബന്ധപ്പെട്ട അവന്റെ കൂട്ടുകാര്, അവൻക്ക് ഏറ്റവും വലിയവർ നാട്ടിലുള്ളവരാണ്, അവനിക്ക് ഏറ്റവും വലിയവർ ഉമ്മ ബാപ്പ എന്നുള്ളൊരു ചിന്ത പോലും മകനില്ല. അങ്ങനെ ഒരു സംസാരം ഒരിക്കലും ഒരു വാപ്പ എന്റെ അടുത്ത് പറയുകയാണ്. ഞാൻ ചോദിക്കുക, ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ഉപ്പ എന്നോട് പല സമയത്തും സംസാരിക്കുന്ന രൂപം കണ്ടാൽ പടച്ചവനെ ആക്ഷേപ വാക്കുകളല്ലാതെ വാപ്പ എന്നോട് പറയാറില്ല. നല്ല സമ്പന്നനായൊരു പിതാവാണ്. എന്നിട്ട് ഈ പൊന്നുമോന് പറയാൻ വാപ്പാന്റെ 10 പൈസക്ക് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട പൊന്നുമോന് പറയാണ്, ഉസ്താദേ, ആ പൈസക്ക് പോലും എന്റെ വാപ്പ കണക്ക് പറയും എന്നോട് എന്റെ വാപ്പ ചെലവാക്കി, എനിക്ക് വേണ്ടി ചെലവാക്കിയ പൈസക്ക് പോലും എന്റെ വാപ്പ കണക്ക് പറഞ്ഞിട്ടുണ്ട്. വളരെ സങ്കടത്തോടെ കണ്ണീരോടാ പൊന്നുമോൻ പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ പറയണത്? ആ പൊന്നുമോൻ പറയാണ്, ഉസ്താദേ, ഞാനൊന്ന് ആക്സിഡന്റ് ആയി, ഞാൻ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ എന്റെ വാപ്പാക്ക് അവിടെ കുറച്ച് പൈസ ചെലവായിട്ടുണ്ട്. ഒരു ദിവസം ദേഷ്യപ്പെട്ടപ്പോ എന്റെ വാപ്പ പറയാണ്, ആക്സിഡന്റിൽ നീ അങ്ങ് ചത്തുപോയിരുന്നുവെങ്കിൽ ഞാൻ ആ ചെലവാക്കിയ പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നു മോനെ. അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്കാണ്. ഇത് എന്റെ മനസ്സിനകത്ത് പോയിട്ടില്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ 3 വർഷമായിട്ടും കോയി മകൻ ഇന്നും ആ സംഭവത്തെ എടുത്തുകൊണ്ട് പറയുകയാണ്. അപ്പൊ അതാ പറയുന്നത്, വാക്കുകൾ നമ്മൾ പറയുമ്പോ സൂക്ഷിക്കണം. നമ്മുടെ കുട്ടികൾ അവരുടെ മൈൻഡിലേക്ക് അങ്ങനത്തെ പ്രയോഗങ്ങൾ എത്തിയാൽ അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെ കുട്ടികൾ നശിച്ചു പോകുമെന്ന് 100% ഉറപ്പാണ്. അല്ലാഹു തആല നമ്മെ കാത്തു
കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും മക്കളെ ശാപവാക്കുകൾ നിങ്ങൾ അധികരിപ്പിക്കരുത്. കാരണം മക്കളെ നിങ്ങൾ ശപിച്ചാൽ, മാതാപിതാക്കൾ ശപിച്ചാൽ ആ വാക്ക് വേഗം മക്കൾക്ക് കൊള്ളും. മാത്രമല്ല, കുട്ടികൾ ശപിച്ച് നിങ്ങളുടെ ശാപം കാരണത്താൽ ആ പൊന്നുമോള് വേദന അനുഭവിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മൾ തന്നെ കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ ശാപവാക്ക് അധികരിപ്പിക്കാൻ പാടില്ല. മോശപ്പെട്ട സംസാരങ്ങൾ കൊണ്ട് മക്കളെ വേദനിപ്പിക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾ ദുഷിച്ച വാക്കുകൾ പറയാൻ പാടില്ല. നമ്മുടെ കൂട്ടുകാരോടും അങ്ങനെ തന്നെയാണ്, കൂടപ്പിറപ്പുകളോടും അങ്ങനെ തന്നെയാണ്, മറ്റൊരാൾ ഇടപെടുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. മനസ്സിലാക്കണം. അല്ലാഹുവേ, പടച്ചവനേ, ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ അല്ലാഹ്. സ്വന്തം മക്കളോടാവട്ടെ, അയൽവാസിയോടാകട്ടെ, കൂട്ടുകാരനോടാകട്ടെ, കൂടപ്പിറപ്പിനോടാകട്ടെ, സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫഇന്നൽ ഇതാബ യുബർരിസുൽ ബഗ്ദാ. അങ്ങനെ മോശപ്പെട്ടുകൊണ്ട് അവിടുന്ന് ആക്ഷേപവാക്ക് പറഞ്ഞാൽ അവിടെ ദേഷ്യം വരും. ദേഷ്യം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടപെടുന്നത് ഇബ്ലീസാണ്. ദേഷ്യത്തിന്റെ കാരണം എന്താ? ഇബ്ലീസാണ്. ആ ഇബ്ലീസ് പിന്നീട് അവിടെ ഇടപെടും. ഇബ്ലീസ് ഇടപെട്ട് കഴിഞ്ഞാലോ പിന്നീട് അവിടെ നടക്കുന്നത് കൊലപാതകങ്ങളാകാം, അടിയാകാം, പിടിയാകാം, എന്തു പ്രശ്നങ്ങളും അവിടെ വരാം. പിന്നെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വീണ്ടും മഹാനവറുകൾ പറയുകയാണ്, കസുറത്തുഹു മിൻ സൂഇൽ അദബി. ഈ ആക്ഷേപവാക്ക് അധികരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ മര്യാദയാണ്, അപമര്യാദയായിട്ടുള്ള പെരുമാറ്റമാണ്, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പടച്ച തമ്പുരാൻ ഇഷ്ടമില്ലെങ്കിൽ കോടാനുകോടി വരുന്ന അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾക്ക് പോലും പിന്നെ ഇഷ്ടപ്പെടില്ല. റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് മറ്റു അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഇഷ്ടമുണ്ടാവോ? മലക്കുകൾക്ക് ഇഷ്ടമുണ്ടാവോ? ആർക്കുമില്ല. സ്വാലിഹീങ്ങൾക്ക് ഇഷ്ടമുണ്ടാവോ? ഇല്ല. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത്, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തത്, മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്താ പിന്നെ എത്തിക്കുന്നത് നരകത്തിലേക്കല്ലേ, നരകത്തിന്റെ ആളുകളായിട്ട് നമ്മൾ മാറുകയല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇടപെടുന്ന രീതി, നമ്മെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ ആ സ്നേഹം തിരിച്ചറിയണം. അങ്ങോട്ട് ഇടപെടുമ്പോൾ നല്ല രൂപത്തിൽ ഇടപെടണം. അതിലെ ഏറ്റവും വലിയ നല്ല വാക്കാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ദുനിയാവിൽ സൃഷ്ടികൾ മനുഷ്യരോട് മാത്രമല്ല, അല്ലാഹുവിന്റെ ഏത് സൃഷ്ടികളായാലും അങ്ങനെ തന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഭയാനകമായ നരകമാണ്. നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ, റബ്ബിന്റെ കാരുണ്യം നമുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, ലഭിച്ചിട്ടില്ല എങ്കിൽ, അത് നമുക്ക് ഒരിക്കലും തന്നെ നമുക്ക് നാളെ പരലോകത്ത് ചെയ്ത് കൂട്ടിയ അമലുകൾക്ക് നമുക്ക് നന്മ ലഭിക്കില്ല. കാരണം എന്താണ്? എന്റെ കാര്യമെന്ന് പറയുന്നത്, എന്റെ കാരുണ്യമെന്ന് പറയുന്നത് അത് ദുനിയാവിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യുന്നതിലൂടെയാണ്. എന്റെ പ്രിയമുള്ളവരെ, 20 വർഷക്കാലം തഹജ്ജുദ് നമസ്കരിച്ചൊരു മനുഷ്യന്റെ കഥയുണ്ട്. ആ മനുഷ്യൻ 20 വർഷക്കാലം അല്ലാഹുവിന്റെ മുമ്പിൽ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എണീക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തി തന്റെ പാപങ്ങളും തന്റെ സങ്കടങ്ങളും തന്റെ വിഷമങ്ങളൊക്കെ അവിടുന്ന്, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നവരാണ്. 20 വർഷമായിട്ട് മുടങ്ങാതെ തഹജ്ജുദ് നമസ്കരിക്കുന്ന മനുഷ്യനാണ്, മറ്റു സുന്നത്തുകൾ ചെയ്യുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ, സ്വപ്നത്തിൽ ഒരു മലക്കിനെ കാണുകയാണ്. ആ മലക്കിന്റെ കയ്യിലൊരു ഏടുണ്ടത്രേ. ആ ഏടിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ മലക്കിനോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഏട്? ആ മനുഷ്യനോട് മലക്ക് പറയുന്നു, എന്റെ കയ്യിലുള്ള ഏടെന്തെന്നറിയോ?
ഈ ഏടാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ആളുകളുടെ പേരുകളുള്ള ഏടാണ്. തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചവരുടെ ഏടാണ്, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ ഏടെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയാണ് എന്റെ പേരതിൽ നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കണേ. 20 വർഷമായിട്ട് ഒരിക്കലും ഞാൻ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്, സന്തോഷത്തോടെ നോക്കാൻ പറയാണ്. ആ മലക്കവിടുന്ന് നോക്കുമ്പോ ഈ മനുഷ്യന്റെ പേരതിൽ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, അല്ലാഹുവേ ഇബാദത്തുകളും എല്ലാം കാണാൻ കഴിയുന്ന പടച്ച തമ്പുരാനാണ് നമുക്കുള്ളതെന്ന്, റബ്ബാണ് നമ്മുടെ റബ്ബെന്ന്, എല്ലാം അല്ലാഹുവിന് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് എന്റെ ഏട് കാണാത്തതിന്റെ പേര് കാണാത്തത്, ഞാൻ ചെയ്ത അമലുകളൊക്കെ എവിടെയാണെന്ന് സങ്കടത്തോടുകൂടെ പടച്ചവനെ ചോദിക്കുകയാണ്. അവിടുന്ന് മലക്ക് പറയുന്നു, നീ നിസ്കാരം നിർവഹിച്ചു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു, പക്ഷേ നിന്റെ തൊട്ടടുത്ത് നിന്റെ അയൽവാസി പട്ടിണിയാണ്, രോഗിയാണ്, വിഷമത്തിലാണ്. ആ സംഭവത്തെ നീ അറിഞ്ഞിട്ടുണ്ടോ? നീ കണ്ടിരുന്നോ? നീ ചോദിച്ചിരുന്നോ? നീ അന്വേഷിച്ചിരുന്നോ? നീ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതുവരെ നീ അവരോടൊന്നും കാരുണ്യം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പേര് ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു തആല കാരുണ്യവാനല്ലേ, എന്നാൽ അടിമയും കാരുണ്യവാനായി മാറണ്ടയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവിലുള്ള ആളുകളോട് ആക്ഷേപവാക്ക് പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത്. മനുഷ്യരോടും അങ്ങനെ തന്നെയാണ്, മൃഗങ്ങളോടൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. ഒരു പൂച്ചയെ കെട്ടിക്കിട്ട ഒരു പെണ്ണിന്റെ കഥ നമുക്ക് എല്ലാവർക്കും സുപരിചിതാണ്. ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കും, ഇബാദത്തുകൾ ചെയ്യും, ദിക്റുകൾ ചൊല്ലും, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തിരുന്ന ഒരു സഹോദരി, ഒരു പെണ്ണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തേ കാരണം? തന്റെ വീട്ടിനകത്തൊരു പൂച്ചയുണ്ടായിരുന്നല്ലോ, അതിന് തിന്നാൻ കൊടുത്തോ? അതും കൊടുത്തില്ല. എങ്കിൽ എവിടെയും പോയിട്ട് തിന്നുവാൻ വേണ്ടിയിട്ട് അതിനെ അയച്ചു വിട്ടോ? ഇല്ല, കെട്ടിങ്ങനിട്ടിരിക്കായിരുന്നു. അങ്ങനെ പട്ടിണി കിടന്ന ആ പൂച്ചയുടെ കാര്യത്തിൽ അല്ലാഹുവേ വിഷമമായി. അല്ലാഹു താല കാണല്ലേ, അല്ലാഹുവിന്റെ സിറ്റിയല്ലേ പൂച്ചയും. അതിനെ അയച്ചു വിട്ടിക്കാണെന്നുണ്ടെങ്കിൽ റബ്ബ് അതിന്റെ ഭക്ഷണം കൊടുക്കൂലേ? അവസാനം ആ പെണ്ണ് നരകത്തിലേക്ക് എത്തിയില്ലേ? അതാ പറഞ്ഞ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ വിഷമം അനുഭവിക്കുന്നവരെ കാണണം, രോഗികളെ കാണണം, സങ്കടത്തിൽ ഇരിക്കുന്നവരുടെ കാണണം. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യമെല്ലാം നമ്മൾ അതിന് വേണ്ടി ചെലവഴിക്കണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ഇറങ്ങുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യമുള്ളവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നു. കാരുണ്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിലേ അല്ലാഹു തആല നമ്മിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയുള്ളൂ. അല്ലാഹുവേ പടച്ചവനെ, നീ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളിലെല്ലാവരിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മനസ്സിലായോ? അല്ലാഹു നമുക്ക് അതിർത്തി. നമ്മൾ തൊട്ടടുത്ത് രോഗികളുണ്ടെങ്കിൽ, വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ അടുത്തൊന്ന് പോയിട്ട് അവിടെ സങ്കടങ്ങൾ അന്വേഷിക്കുക, അവരുടെ വിഷമങ്ങൾ അന്വേഷിക്കുക, എല്ലാം നമ്മൾ ചെയ്യുക. അത് നമ്മുടെ വലിയ നന്മയിലേക്ക് എത്തിക്കൊള്ളു. അതുകൊണ്ട് നമുക്ക് എന്താ പരാജയം കിട്ടും? ഒന്നും നമുക്ക് പരാജയപ്പെടാനില്ല. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. ഒരു രോഗിയെ സന്ദർശിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉദ്ദേശം വെച്ച് നീ എവിടെ നിന്ന് ഇറങ്ങുന്നോ അവിടെ മുതൽ നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതും സ്വർഗ്ഗ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മനസ്സിലായ? രോഗികളെ സന്ദർശിക്കുന്ന ഇടവും അതൊരു സ്വർഗ്ഗമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരോടും കൂടപ്പിറപ്പുകളോടും നമ്മൾ നന്മയോടുകൂടെ വർത്തിക്കണം, നല്ല സ്വഭാവത്തിൽ ഇടപെടണം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ
പ്രിയമുള്ളവരെ, നമ്മോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ടാകും. നമ്മോട് സങ്കടങ്ങൾ പറയാനും നമ്മളോട് വിഷമങ്ങൾ സംസാരിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ചില ആളുകൾ. അവരെ നമ്മൾ കണ്ടറിയണം. അവരൊരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ അനുഗ്രഹമായിട്ട് പലതും ദുനിയാവിൽ നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ പല പല ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സ്നേഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂടെ. ആ സ്നേഹിക്കുന്ന ആളുകളെ മനസ്സിൽ എത്രത്തോളം നമ്മോട് സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവർ നമ്മെ വിളിക്കുന്നുണ്ടെങ്കിൽ, അവർ നമ്മോട് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ, അവർ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ചിലപ്പോൾ അടിച്ചാൽ ഫോൺ എടുക്കൂല, നമ്മൾ മെസ്സേജ് ആരെങ്കിലും അയച്ചാൽ റീപ്ലൈ കൊടുക്കൂല. ഇതൊക്കെ ആക്ഷേപമാണ്. നമ്മൾ ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹം നമുക്ക് ഉണ്ടായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്ന ബന്ധങ്ങളെ എന്നും നിലനിൽക്കുള്ളൂ. പാതി വഴിയിൽ വെച്ചിട്ട് നമ്മെ ചതിക്കുന്ന ആളുകളാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് നമ്മോട് സ്നേഹമില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്ന ചില ആളുകളുണ്ടാകും, അങ്ങോട്ട് തേടിയിട്ട് നമ്മൾ സ്നേഹം തേടിയിട്ട് പോകുന്ന ആളുകളാണ്. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് മൈൻഡ് പോലും ആക്കുന്നുണ്ടാവില്ല, നമ്മൾ അങ്ങോട്ട് അങ്ങനെ ചെല്ലും അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അവർക്ക് നമ്മോട് സ്നേഹമില്ല എന്നാണ്. അവിടെ ഹൃദയത്തിൽ വേറെ ആളുകളായിരിക്കും. അതുകൊണ്ട് സ്നേഹത്തിന്റെ കഥകൾ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് നമ്മോട് സ്നേഹമുണ്ടോ എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അങ്ങോട്ട് വെറുതെ സ്നേഹത്തിന്റെ കഥകളും പറഞ്ഞു പോയിട്ട് അയാൾക്ക് നമ്മോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്താണ് അതിലർത്ഥം? അയാൾക്കും നമ്മോട് സ്നേഹം വേണം, എന്നാലേ നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ഒരു വില ഉണ്ടാവുള്ളൂ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങൾക്കൊരു ഉറപ്പുണ്ടാവും. ചില ആളുകളുണ്ടാവും, എത്ര വലിയ ഒരുപാട് വർഷക്കാലം നല്ല ബന്ധങ്ങളുമായിട്ട് നടന്ന ആളുകളായിരിക്കും. ഒരുപാട് ഉപകാരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് നന്മ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ജീവിതത്തിൽ എങ്ങാനും അറിയാതൊരു തെറ്റ് അയാളുടെ അടുത്ത് നിന്ന് വന്നാൽ അത് വലിയ കുറ്റമായി, വലിയ തെറ്റായി കൊണ്ട് പറഞ്ഞു നടക്കുകയും ചെയ്യും. ജീവിതകാലം മുഴുവനും ആ തെറ്റിന്റെ പേരിൽ ആക്ഷേപ വാക്കുകൾ ഈ വ്യക്തിയുടെ നിന്ന് കേൾക്കും വേണ്ടി വരും. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. അല്ലാഹു നമ്മെല്ലാവരെയും നന്മയുടെ പക്ഷത്ത് ചേർത്ത് തരട്ടെ. അതുകൊണ്ട് ഒരാളെയും എല്ലാവരോടും സ്നേഹത്തോടു കൂടെ പെരുമാറാൻ വേണ്ടി നമ്മൾ പഠിക്കാം. അല്ലാഹു നമ്മുടെ എല്ലാവരെയും നന്മയിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പഠിച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. നന്മയുടെ പക്ഷത്ത് ഞങ്ങളെ എല്ലാവരെയും നീ ചേർത്തി തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ, കൂട്ടുകാരനെ നല്ലവണ്ണം അവിടുന്ന് പരിഗണിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ്. ആ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബത്തോ കൂട്ടുകാരോട് നിൽക്കേണ്ട രൂപമാണ് ഇവിടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിച്ച പല സംഭവങ്ങളും. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ സംഭവം അതാണ്. കൂട്ടുകാരോട് നമ്മൾ എങ്ങനെ നിലയിൽ നിൽക്കണം, കൂട്ടുകാരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നില്ല കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുലോകത്തും അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് ദുനിയാവിന്റെ കോലം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഭവിഷ്യത്ത് ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ അനുഭവിക്കാനുണ്ട്. അല്ലാഹു നമുക്കൊക്കെ നല്ല രൂപത്തിൽ ദുനിയാവിൽ ജീവിച്ച് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നല്ല രൂപത്തിലാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.